ഹലോ ഡിയർ സ്റ്റുഡൻസ്, ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ് എന്ത് കോഴ്സ് ചൂസ് ചെയ്യുമെന്ന് കൺഫ്യൂഷനിലാണോ നിങ്ങൾ? പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഹൈ ഫ്യൂച്ചർ സ്കോപ്പുള്ള കുറച്ച് ജോബ്സും അതിൻ്റെ കോഴ്സസിനെ കുറിച്ചും നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2026 കൊമേഴ്സ് സ്റ്റുഡൻസിന് ഫിനാൻസ്, അനാലിറ്റിക്സ്, AI, ലോ, ഡിജിറ്റൽ ബിസിനസ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് തുടങ്ങി ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ സ്കോപ്പ് മാത്രം നോക്കരുത്. ഡ്യൂറേഷൻ, ബെനിഫിറ്റ്സ്, ഡ്രോബാക്സ്, സാലറി ഗ്രോത്ത്, ഡിഫിക്കൽട്ടി എല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് ഹൈ ഫ്യൂച്ചർ സ്കോപ്പ് കൊമേഴ്സ് കോഴ്സസ് കംപ്ലീറ്റ് ആയി നോക്കാം. സോ ഹലോ എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിയൽ നോ സ്റ്റോറീസ് ജീഷ്മ. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ്, ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോഴ്സാണ് CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡ്യൂറേഷൻ യൂഷ്വലി 4.5 to 5 years ആണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. CA ഇപ്പോഴും കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ മോസ്റ്റ് റെസ്പെക്റ്റഡ് പ്രൊഫഷണൽ കോഴ്സിൽ ഒന്നാണ്. ഓഡിറ്റിംഗ്, ടാക്സേഷൻ, GST, ഫിനാൻസ്, അക്കൗണ്ടിങ് എല്ലാത്തിലും ഹ്യൂജ് ഡിമാൻഡ് ഉണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് വന്നിട്ട് വെരി ഹൈ സാലറി ഗ്രോത്ത് ആണ്, ഹൈ റെസ്പെക്റ്റ് ആൻഡ് ജോബ് സെക്യൂരിറ്റി, ഓൺ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലും അബ്രോഡും ഡിമാൻഡുള്ള കോഴ്സാണിത്. ഇതിൻ്റെ ഡ്രോബാക്സ് വരുന്നത് വെരി ഡിഫിക്കൽട്ട് എക്സാം ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം നല്ല ഡിഫിക്കൽട്ടാണ്. പിന്നെ ലോങ് സ്റ്റഡി ഡ്യൂറേഷൻ ഉണ്ട്, ഹൈ പ്രഷർ ആൻഡ് സ്ട്രെസ് ഉള്ള ഒരു കോഴ്സാണിത്. നെക്സ്റ്റ് കോഴ്സാണ് ACCA ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ആണ് ഇതിൽ വരുന്നത്. ഡ്യൂറേഷൻ അറൗണ്ട് 2 to 4 years ആണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ഫീൽഡ് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ACCA സൂപ്പർ ഓപ്ഷനാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ്: ഇൻ്റർനാഷണൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, MNC ഡിമാൻഡ് ഹൈ, ഫ്ലെക്സിബിൾ എക്സാം സിസ്റ്റം, ഗുഡ് സാലറി അബ്രോഡൊക്കെയാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് വരുന്നത് എക്സ്പെൻസീവ് കോഴ്സ് ഫീസാണ്. സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോഴ്സിന്. ചില സ്ഥലങ്ങളിൽ അവയർനെസ് കുറവാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച്. നെക്സ്റ്റ് കോഴ്സ് വരുന്നത് CMA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 to 4 years ആണ്. CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ 3 to 4 years കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, ബിസിനസ് പ്ലാനിംഗ് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് CMA നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ്: സ്ട്രോങ് കോർപ്പറേറ്റ് ഡിമാൻഡ്, ഗുഡ് ഫിനാൻസ് കരിയർ, ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോബാണിത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ്: CA പോലെ റെക്കഗ്നേഷൻ ഇല്ല, ചിലപ്പോൾ ഇനീഷ്യൽ സാലറി ഗ്രോത്ത് സ്ലോ ആയേക്കാം. നെക്സ്റ്റ് ജോബാണ് കമ്പനി സെക്രട്ടറി ഓർ CS. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 to 5 years ആണ്. ലോയും കോർപ്പറേറ്റ് ഫീൽഡിൻ്റെയും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഈ CS ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ബെനിഫിറ്റ്സ് വരുന്നത് കോർപ്പറേറ്റ് ലോ ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് സാലറി പൊട്ടൻഷ്യൽ, ഹൈ റെസ്പെക്റ്റ് ഇൻ കമ്പനീസ് ഒക്കെയാണ്. ഇതിൻ്റെ ഡ്രോബാക്സ്: ലിമിറ്റഡ് ഓപ്പണിംഗ് കമ്പയർഡ് ടു CA കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഓപ്പണിങ്സ് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ലോ ഹെവി സിലബസ് ആണ്, സ്ട്രോങ് മെമ്മറി ഒക്കെ നീഡഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് CS. അപ്പോൾ നിങ്ങൾ നിയമങ്ങളെക്കുറിച്ചും കോർപ്പറേറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കോഴ്സ്. നെക്സ്റ്റ് കോഴ്സ് BBA + MBA. BBA 3 years കോഴ്സും MBA 2 years കോഴ്സുമാണ്. അപ്പോൾ ടോട്ടൽ ഒരു 5 years കോഴ്സാണ് BBA + MBA. മാനേജ്മെൻറ്റ് ഫീൽഡ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പവർഫുൾ കോമ്പിനേഷനാണ്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് റോൾസ്, മൾട്ടിപ്പിൾ കരിയർ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു കോഴ്സാണിത്. ടോപ്പ് റെക്കഗ്നൈസ്ഡ് കോളേജസിൽ നിന്ന് MBA എടുത്ത കുട്ടികൾക്ക് എക്സലൻറ്റ് സാലറി സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡ്രോബാക്സ്: MBA കോളേജ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് കോളേജസ് എക്സ്പെൻസീവ് ആയിരിക്കും, ഹൈ കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണിത്. നിങ്ങളൊരു MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റെപ്യൂട്ടഡ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ളൊരു കോളേജിൽ നിന്ന് ഡിഗ്രി എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. നെക്സ്റ്റ് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസിലും ഇൻഷുറൻസ് കമ്പനീസിലൊക്കെ അതിൻ്റെ ഫ്യൂച്ചറിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ 5 to 6 years ആണ്. മാത്സ് സ്ട്രോങ് ആയ സ്റ്റുഡൻസിന്
വൺ ഓഫ് ദ ഹയസ്റ്റ് സാലറി പൊട്ടൻഷ്യൽ ഉള്ള കരിയറാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നത് എക്സ്ട്രീംലി ഹൈ സാലറി പൊട്ടൻഷ്യൽ, ഗ്ലോബൽ ഡിമാൻഡുള്ളൊരു കോഴ്സാണ്, പിന്നെ പ്രസ്റ്റീജിയസ് കരിയറാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് വരുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാംസ് ആണ് ഇതിനുണ്ടാവുക. പിന്നെ മാത്സ്, ലോജിക്കൽ തിങ്കിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണിത്. അടുത്ത കോഴ്സ് CFA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് അറൗണ്ട് ഒരു 2.5 മുതൽ 4 വർഷം വരെയാണ്. ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് CFA ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് കോഴ്സാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത് എക്സലൻറ്റ് ഫിനാൻസ് കരിയർ, ഹൈ സാലറി പൊട്ടൻഷ്യൽ, ഗ്ലോബൽ റെക്കഗ്നീഷൻ ഒക്കെയാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് ടഫ് എക്സാംസ് ആണ് ഉണ്ടാവുക, എക്സ്പെൻസീവ് കോഴ്സാണ്, എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വൺസ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണിത്. അത് മോസ്റ്റ് ഓഫ് ദ കോഴ്സ് അങ്ങനെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് കോഴ്സ് BCom LLB അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോ. ഇതിൻ്റെ ഡ്യൂറേഷൻ 5 ഇയേഴ്സ് കോഴ്സാണ്. കോർപ്പറേറ്റ് ലോയർ ഫീൽഡ് ഇപ്പോൾ വെരി ഹൈ പേയ്മെൻ്റ് ഉള്ള ഒരു ലീഗൽ കരിയറായിട്ട് മാറുന്നുണ്ട്. പിന്നെ സ്ട്രോങ് ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ളൊരു കോഴ്സാണ്. കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ ഹൈ ഡിമാൻഡുള്ളൊരു കോഴ്സാണിത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് ലോങ് സ്റ്റഡി ഡ്യൂറേഷൻ, അതായത് 5 ഇയേഴ്സ് നമ്മൾ കോഴ്സ് ഉണ്ട്. പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് സ്കിൽസ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണിത്. നെക്സ്റ്റ് കോഴ്സ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇതിൻ്റെ ഡ്യൂറേഷൻ യൂഷ്വലി 3 ഇയേഴ്സ് ആണ്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയർ നോക്കുന്ന സ്റ്റുഡൻസിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണിത്. സ്റ്റേബിൾ കരിയർ ഫീൽഡാണ്. ഡ്രോബാക്സ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് ഇതിന് നടക്കുന്നത്. വർക്ക് പ്രഷർ, ചില ബാങ്കിലുള്ള ജോബിലൊക്കെ വർക്ക് പ്രഷർ കൂടുതലായിരിക്കും. അടുത്ത കോഴ്സാണ് ഫിൻടെക് കോഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫിനാൻസും ടെക്നോളജിയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഫിൻടെക് കോഴ്സ്. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 to 4 ഇയേഴ്സ് ആണ്. ഈ ജോബ് വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ജോബാണ്. പിന്നെ ഡിജിറ്റൽ ബാങ്കിങ് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ നല്ല ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഫിൻടെക് കോഴ്സ്. ഇതിൻ്റെ ഡ്രോബാക്സ് ടെക്നോളജി എപ്പോഴും ഇങ്ങനെ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഉള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ അഡാപ്റ്റേഷൻ എപ്പോഴും നീഡഡ് ആയിരിക്കും. അതായത് വൺസ് നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അപ്ഡേറ്റഡും പിന്നെ ടെക്നിക്കൽ അഡാപ്റ്റേഷനൊക്കെ വേണ്ടി വരും. ആദ്യമേ തന്നെ പറയട്ടെ, എല്ലാ കോഴ്സസിനും അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും. അപ്പം നമ്മുടെ അംബീഷൻ അനുസരിച്ചാണ് നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഒരുവിധപ്പെട്ട കോഴ്സിനൊക്കെ നല്ല റിസ്ക് ഉള്ള കോഴ്സായിരിക്കും. പക്ഷേ ജോബ്, സാലറി ഒക്കെ പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ കോഴ്സും നമുക്ക് ഈസി ആയിട്ട് തോന്നും. എല്ലാ ജോബും നമുക്ക് പിന്നീട് ഈസി ആയിട്ട് തോന്നും. അങ്ങനെയാണ് പൊതുവേ ഉണ്ടാവാറ്. നെക്സ്റ്റ് കോഴ്സ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് മാനേജ്മെൻറ്റ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 ഇയേഴ്സ് ആണ്. ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഡ്രീമുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ കോഴ്സാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ലീഡർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ സ്കിൽസ്, പിന്നെ ഓൺ ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോഴ്സാണിത്. ഇതിൻ്റെ ഡ്രോബാക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും. നോ ഗ്യാരണ്ടീഡ് ഇൻകം, അതായത് സ്റ്റാർട്ടിങ്ങിൽ നോ ഗ്യാരണ്ടീഡ് ഇൻകം ആയിരിക്കും. ഒരു കൺസിസ്റ്റൻസി ഇതിന് റിക്വയർഡ് ആയിട്ടുള്ളൊരു ജോബാണിത്. ഫ്യൂച്ചറിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും ബിസിനസ് മൈൻഡുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് കോഴ്സാണിത്. നെക്സ്റ്റ് കോഴ്സ് AI പ്ലസ് കൊമേഴ്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ്. AI-യും കൊമേഴ്സ് അത് രണ്ടും കൂടെ ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ളൊരു കോഴ്സാണിത്. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 to 4 ഇയേഴ്സ് ആണ്. ഇപ്പോൾ കൊമേഴ്സ് ഫീൽഡിലും AI വലിയൊരു റോള് പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് നല്ല ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ട്. ഇപ്പം AI ഡിമാൻഡ് റാപ്പിഡ്ലി ഇൻക്രീസ് ആവുന്നത് കൊണ്ടും പിന്നെ അനലിറ്റിക്സും ഫിനാൻസിനും ഒക്കെ സ്ട്രോങ് സ്കോപ്പ് ഉള്ളത് കൊണ്ടും ഈ കോഴ്സ് വളരെയധികം ഫ്യൂച്ചർ സ്കോപ്പുള്ളൊരു കോഴ്സാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് എപ്പോഴും ടെക്നോളജി സ്കിൽസ് ഈ കോഴ്സിന് ആവശ്യമായിരിക്കും.
പിന്നെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ന്യൂലി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണിത്. അതുകൊണ്ട് തന്നെ അപ്ഡേഷനും അഡാപ്റ്റേഷനും എപ്പോഴും ആവശ്യമുള്ളൊരു ജോബാണിത്. നിങ്ങളൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ ചൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യരുത്. ഓക്കെ, മറ്റുള്ളവർ ചൂസ് ചെയ്തിട്ട് നല്ല കോഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അത് ചൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, പിന്നെ ആ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഈ കോഴ്സിന് ഫ്യൂച്ചർ കരിയറിൽ എന്തൊക്കെ ഗോൾ ഉണ്ട്. അതായത് കൊമേഴ്സ് സ്റ്റുഡൻസിന് ഇപ്പോൾ റിയലി നല്ല ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രീം ജോബ് ഏതാണ്, നിങ്ങൾ ഏത് കോഴ്സാണ് +2 കഴിഞ്ഞിട്ട് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും ഇൻഫർമേഷനും നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.